മരിച്ചുപോയില്ലേ ഈ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റൂലല്ലോ ബേബി. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസം മുമ്പേ ഞാൻ വിചാരിച്ചു, കുറേ ദിവസം പറഞ്ഞാല് 6 മാസം 7 മാസം മുമ്പേ ഞാൻ വിചാരിച്ചു ഞാൻ മൂന്നാറിലെ വരും. പിന്നെ നമ്മളുടെ കൂടെ ആൾക്കാർക്ക് ഞാൻ ചോദിച്ചു നമുക്ക് മൂന്നാർ പോകാലോ. ടാക്സി ബുക്കാക്കി എല്ലാം ബുക്കാക്കി. പിന്നെ വരുമ്പം ആൾക്കാർ ഇല്ല. ഒരാൾക്കാരിൻ്റെ ഉരവേദന, ഒരാൾക്കാരിൻ്റെ തലവേദന, ഒരാൾക്കാരിൻ്റെ പൈസ ഇല്ല, ഒരാൾക്കാരിൻ്റെ ചന്തി വേദന, അങ്ങനെ പറഞ്ഞിട്ട് ക്യാൻസലാക്കി. പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് പോണം. പിന്നെ ഇന്നലെ ഞാൻ വിചാരിച്ച് പിന്നെ രാത്രിയിൽ കാലിക്കോട്ടിൽ വന്നിട്ട് നേരെ ഇവിടെ വന്ന് 500 രൂപയില് ഇപ്പോൾ നാഷണൽ പാർക്കിൽ ഇരാവിക്കോളം നാഷണൽ പാർക്കില് ഗൈസ് ബന്നി അടിപൊളി അടിപൊളി ജാസ്തി സന്തോഷം. പക്ഷെ നല്ല തമ്പു കാട്ടുണ്ട്. നോക്കണ്ട, ഒക്കെ ശരിയോ. ഗൈസ് ഈ പാർക്കില് ഓൺലൈൻ പൈസ മാത്രം എടുക്കും, ക്യാഷ് എടുക്കൂല, ഓൺലൈൻ മാത്രം. ഇതാണ് ബസ്സിലേക്ക് കയറി ഗൈസ്. ഇതാണ് വ്യൂ ഗൈസ്, അടിപൊളി വ്യൂ. പിന്നെ എൻ്റെ DJI ക്യാമറ ഉണ്ടായിന്, അതിൽ 300 രൂപ വേണം ക്യാമറൻ്റെ ടിക്കറ്റ് എടുക്കണം, അത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ക്യാമറ ഒഴിവാക്കിയിട്ട് മൊബൈലിൽ ഇപ്പോൾ തുടങ്ങി ഗൈസ്. എല്ലാ സ്ഥലത്ത് ക്യാമറ ഉപയോഗിക്കാൻ കഴിയൂല, മൊബൈൽ നല്ലതാണ്, ഐഫോൺ. ഇപ്പോൾ പോവാം, മുകളിലേക്ക് കയറാം. ഇതാണ് ബസ്സിലേക്ക് കയറി ഗൈസ്. ഗൈസ് ഈ പാർക്കിലെ കയറാൻ 200 രൂപ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യണം. പിന്നെ ബസ്സിലേക്ക് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. പിന്നെ ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഇത്ര അടിപൊളി മനോഹരമായ സ്ഥലം ഞാൻ കണ്ടു. ഗൈസ് പാർക്കിലെ വരണ മുമ്പേ ഞാൻ വിചാരിച്ചു ഈ പാർക്കിലെ കയറല് പൈസ കൂടുതലാണ്. പക്ഷെ 200 രൂപയല്ലേ ഇത്ര വലിയ പാർക്ക് ഇറങ്ങണ, നമ്മളുടെ ഒരു സത്യം പറഞ്ഞാലേ നല്ല ലാഭം കിട്ടും. ഗൈസ് ഇപ്പോൾ മാലാണ്ട് മുകളിലേക്ക് കയറി. ഗൈസ് ഇപ്പോൾ ബാറ ആട് ഉണ്ട് ഇവിടെ, നിങ്ങളെ കാണിച്ചു തരാം. അതാണ് ഗൈസ്, കണ്ടോ ബാറ ആട്. ഗൈസ് ഇതാണ് ബാറ ആട്, കണ്ടോ. ഇതാണ് കുറേ ആൾക്കാരൊക്കെ. ഓ ജാസ്തി ഉണ്ടല്ലോ, പഠിച്ച റബ്ബേ. കണ്ടോ, ഓ വെരി നൈസ്, ക്യൂട്ട് ബേബി. കണ്ടോ, അടിപൊളി ഗൈസ്. സന്തോഷം, ജാസ്തി സന്തോഷം. ഇനിയുണ്ട് മുകളിൽ ഗൈസ്. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇതിൻ്റെ അപ്പുറത്ത് പോകാൻ കഴിയില്ല, ഈ സൈഡിൽ പോകണം. കണ്ടോ ഏത് വ്യൂ ഗൈസ്, അടിപൊളി ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നല്ല സുഖം കിട്ടി. കാരണം എന്താ അറിയോ, ഇന്നലെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്. എന്തിനാ ടെൻഷൻ നമുക്കറിയില്ല, പക്ഷെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്. പിന്നെ ഇന്നലെ ബസ്സിലേക്ക് കയറിയിട്ട് ഇന്ന് രാവിലെ എത്തി. കണ്ടോ ഇതിൻ്റെ പേര് ബറാഡ് അങ്ങനെ പറയുന്നുണ്ട്, എന്താ അറിയില്ല. നമുക്ക് തെറ്റിപ്പോയില്ല, നിങ്ങൾ കോമെൻറ്റിൽ പറയോ. ശരിയുണ്ട് ഈ ശരിയില്ല പറഞ്ഞാൽ മതി കേട്ടോ. അടിപൊളി വ്യൂ ഗൈസ്. കണ്ടോ ലഡാക്ക് കാശ്മീർ മാതിരി ഒരു കുറച്ചുണ്ട് ലുക്ക് ഗൈസ്. ഇവിടെ തന്നെ കാണുമ്പം അടിപൊളി ഒരു വ്യൂ കാണണ്ടേ. കണ്ടോ എന്ത് സാധനം, ഓ അടിപൊളി ഉണ്ടല്ലോ. നല്ല ഗൈസ്. ഓ പുതിയ വ്യൂവിൽ വരണം, അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടും, ഹാപ്പിയാവും. ഇതാണ് ഗൈസ് ആടിനെ കുറിച്ച്, ആടുണ്ട് അവിടെ കണ്ടോ. ഇതാണ് ആടിനെ കുറിച്ച് ആടുണ്ട്. ഈ സ്ഥലത്തെ ഞാൻ കുറേ ദിവസം മുമ്പേ ഞാൻ വിചാരിച്ചു ഈ സ്ഥലത്ത് വരും. ഒട്ടകം വരില്ല അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളുടെ കൂടെ ആൾക്കാരിൻ്റെ കൂടെ വരും അങ്ങനെ വിചാരിച്ച്. പക്ഷെ കൂടെ ആൾക്കൂട്ടാലേ നമുക്ക് വരാൻ കഴിയില്ല. പിന്നെ ഞാൻ ഒട്ടക്കോ ഇന്നലെ ഞാൻ ഇറങ്ങി പിന്നെ വരാൻ കഴിയും. ഒട്ടക്കോ എവിടെയെങ്കിലും ഒട്ടക പോകണം, ഒട്ടക പോയില്ലേ നമുക്ക് എല്ലാ സ്ഥലത്ത് പോകാൻ കഴിയും. എത്ര വ്യൂ എവിടെ കിട്ടും ഗൈസ്. കണ്ടോ അടിപൊളി ഒരു വ്യൂ.
നമ്മൾ മരിച്ചു പോയില്ലേ ഈ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഈ ജീവിതമുണ്ട്, ഈ ജീവിതമിൽ നമുക്ക് മരിച്ചു പോകാൻ മുമ്പേ നമുക്ക് അടിപൊളി സാറ കണ്ടിട്ട് മരിച്ചു പോകണം, ഹാപ്പി ആവണം. പൈസ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. പൈസ കൂട്ടണം, അത് ശരി, പക്ഷേ പൈസ ചിലവാക്കണം, നമ്മളുടെ സ്വന്തം നമ്മളുടെ ആത്മാവൊക്കെ ഹാപ്പി ആക്കണം. അപ്പോൾ നമ്മളുടെ നല്ലതാ കേട്ടോ. ഇപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഞാനിപ്പോൾ ഈ പുതിയ വർഷമിൽ മൂന്നാർ അടിപൊളി ശാല കേൾക്കിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലത്ത് പോവും. നെക്സ്റ്റ് ഇപ്പോൾ ബോംബെയിൽ പോവും. ഇപ്പോൾ ബോംബെ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ കറങ്ങണ ഈ വർഷമിൽ ഇന്ത്യ ടാർഗറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ കറങ്ങും. ലഡാക്ക്, കാശ്മീർ, അടിപൊളി സ്ഥലത്ത്, നേപ്പാൾ, എല്ലാ സ്ഥലത്ത് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. നോക്കട്ടെ, ഒക്കെ റെഡിയാവും ഇൻഷാല്ലാ കേട്ടോ. ഇതാണ് വ്യൂ ഗൈസ്. ഈ ആട് തൊട്ടേ അടുത്ത്, ഈ ആടിൻ്റെ ഒരു പേടിയില്ല കണ്ടോ. തൊട്ടേ അടുത്ത്. ഹായ് ബേബി. ഈ മാലയിൽ നിൽക്കണ ആട് കണ്ടോ. ഈ എത്ര ഹാപ്പി, നല്ല സന്തോഷമായി. പേടിച്ച് അവിടേക്ക് ഒരു ആടുണ്ട് എന്താ ഈ സൈഡിൽ. എത്ര ഏജ് ആൾക്കാരെയൊക്കെ കറങ്ങാൻ വേണ്ടി അങ്ങനത്തെ പോലെ കറങ്ങണം കണ്ടോ. ഏജ് കൂടുതലാണ്, പക്ഷേ ആൾക്കാർ കറങ്ങാൻ വേണ്ടി ബ്ലോഗ് ചെയ്യണ്ട കണ്ടോ. അതാണ് വേണം, കറങ്ങണം, എൻജോയ് ആക്കണം ഗൈസ്. മലൻ്റെ മുകളിൽ ഇപ്പോൾ കറങ്ങിയിട്ട് ആടില്ല ആരെങ്കി. ഇതാണ് ആ മലയിലെ മുകളിൽ കയറിനി. ആ മല കണ്ടില്ലേ അവിടെ തന്നെ, അവിടെ കയറിനി. കയറണോ? എവിടെ പോകണ്ടെങ്കിൽ മാട്ടുപ്പെട്ടി കയറണോ? ഓക്കെ, താങ്ക് യു. എവിടെ കയറാം? ഓക്കെ ഓക്കെ ഗൈസ്, ബാക്കിൽ കയറാം. ഇപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? ഡേവിഡ്. ഓ സൂപ്പർ. ഓക്കെ കയറാ ഗൈസ്. ലിഫ്റ്റ് കിട്ടി, സന്തോഷം. മലയാളം ആൾക്കാർ നല്ല ആൾക്കാർ ഗൈസ്, എല്ലാരും അല്ല. അതെ. ഓ സൂപ്പർ, ഇംഗ്ലീഷ് അറിയൂല്ലേ ഗൈസ്. ഇപ്പോൾ മാട്ടുപ്പെട്ടി പോകണ്ടോ. നമ്മളുടെ ചേട്ടാ ലിഫ്റ്റ് കൊടുത്ത് മുബറക്കോ. ഇതാണ് കൂടെ ചേച്ചിയുണ്ട്. ചേച്ചി ഹായ്. സുഖാണോ? പിന്നെ ചേട്ടാ കുസ്തിന്റെ മാസ്റ്റർ. ഇതാണ് ചാമ്പ്യൻ. ഇതാണ് രണ്ട് മോഡസ് ചാമ്പ്യൻ അല്ലേ. ആഹാ, സർഗം ഗൈസ്, സർഗം, കേരള സർഗം. കണ്ടോ, സർഗം. അടിപൊളി. നമ്മളുടെ ഫോളോവേഴ്സ് മനസ്സിലാവും. എന്റെ ഭാഷ ചെറിയ വാക്കുകൾ തെറ്റും, അറിയോ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ ഗൈസ്. കമ്പ പോലെ ഇപ്പൊ റെഡി ആക്കിണ്ട്. My name is Delma. My sister name is Delna. My mother's name is Adila. Mera papa ka name David. അടിപൊളി. ഇത്ര ചെറിയ കുട്ടി അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ ഗൈസ്. അങ്ങനത്തെ പോലെ എന്റെ കുട്ടിക്ക് പഠിക്കണം, ഇൻഷാല്ലാ പഠിപ്പിക്കാം. പത്തനം പാനിപ്പൂരിയിൽ 50 രൂപ, ഒരു പാനിപ്പൂരിക്ക് 10 രൂപ അല്ലേ? അല്ലേ 5 രൂപ കണ്ടോ. ഭയങ്കര വില, ടൂറിസ്റ്റ് പ്ലേസ് അതുകൊണ്ടാ അല്ലേ. ഇതാണ് നമ്മളുടെ ചേച്ചി. ഇതിന്റെ പേര് അതല്ലേ? ചോടം മലയാളത്തിലല്ലേ? ഓക്കെ, ചോടം കഴിക്കണ്ട്. എത്ര രൂപ? 50. ഇതാണ് ഗൈസ് പാനിപ്പൂരി. ഈ ഗ്ലാസ്സിലെ വെള്ളം കിട്ടി. മുറിസേ ബാ കഴിക്കാം. ഒറ്റ പീസ് ഞാൻ വെള്ളം തരാം കേട്ടോ. കഴിച്ചോ. ഗുസ്തി നല്ല ആക്കിട്ട് ആക്കണം ഇപ്പൊ. നിങ്ങൾ വേണ്ട, ഇപ്പൊ ഞാൻ കഴിക്കാം. പാനിപ്പൂരി നമ്മളുടെ നാട്ടില് ഇത് 10 രൂപയിലെ 10 കിട്ടും. ഈ പൂവിന്റെ പേര് നമുക്ക് അറിയില്ല കണ്ടോ. അടിപൊളി ഗൈസ്. ഈ ബോട്ടിൽ കയറണ 5 ആൾക്കോ 1100.
ഇപ്പോൾ ഇവിടെ 3 ആളുണ്ട്. ആ 3 ആൾക്കും ഞാൻ ചോദിച്ചിട്ട് ഷെയർ ആയിട്ട് ഞാനിപ്പോൾ ഈ ബോട്ടിലേക്ക് കയറും. ഞാൻ 200 രൂപ കൊടുക്കും, പിന്നെ ഷെയറായി. ഇപ്പോൾ ഷെയർ ആയിട്ട് അവിടെ എൻജോയ് ആക്കാം. വെരി നൈസ്. നമ്മളിപ്പോൾ കയറും ഗൈസ് ബോട്ടിൽ. ഗൈസ് ആദ്യമായിട്ട് ബോട്ടിലേക്ക് കയറി ഗൈസ് ആദ്യമായിട്ട് ബോട്ടിലേക്ക് കയറിയിട്ട് നല്ല എൻജോയ് ആയി, ഒരുപാട് എൻജോയ് ആയി ഗൈസ്. ഈ ബോട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ വീട് ദില്ലിന്റെ ഇവിടെ വന്നിട്ട് കറങ്ങിയിട്ട് എൻജോയ് ആക്കിയിട്ട് ഈ പുള്ളിക്കാരി അടിപൊളി ഉണ്ടായിരുന്നു. എങ്ങനെ कैसा लगा एंजॉय करके? बहुत अच्छा लगा, बहुत अच्छा, बहुत ओके हाय बोल दो एक बार. ഓക്കെ സന്തോഷം, താങ്ക് യു ഗൈസ്. ഇപ്പോൾ നമ്മളുടെ ഈ പാർക്ക് ഇപ്പോൾ കറങ്ങി ബോട്ടിൽ കയറി എൻജോയ് ആക്കി ജാസ്തി. ഇപ്പോൾ നമ്മളുടെ ലിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ പോയി. ഇപ്പോൾ നമുക്ക് പോകണം മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ. ഇപ്പോൾ നമുക്ക് കാലിക്കോട്ട് പോവാം. ടാറ്റ ബൈ ബൈ, ലവ് യു ആൾ. പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ.